നിത്യാമ്മ നിത്യാമ്മ മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ ഇതുവരെ? ഇല്ല. അതെന്താ ഇത്രയും നേരിട്ട് ഉറങ്ങാത്തെ? ഉറക്കം വന്നില്ല. എന്താ കാരണം? നിത്യാമ്മനെ പറഞ്ഞയക്കോ? എങ്ങോട്ട്? ജ്യോതിയുടെ കല്യാണം കഴിയുമ്പോ എന്നാ ജ്യോതിനോട് പറഞ്ഞു വിടോ? അയാളില്ലേ ആ ജ്യോതിയെ കാണാവുന്ന ആള്, കളക്ടർ. അയാളൊന്നല്ല, അത് മോന്റെ അച്ഛനാ. എനിക്കങ്ങനെ ആരും വേണ്ട നിത്യാമ്മ. എനിക്ക് ജ്യോതിയുടെ പോവാൻ വേണ്ട. ആര് പറഞ്ഞാലും നിത്യാമ്മ എന്നെ വിട്ടുകൊടുക്കില്ലെന്ന് പറ നിത്യാമ്മ. നിത്യാമ്മ വാരിത്തരരുത്. ഞാനെങ്ങനെ ഭക്ഷണം കഴിക്കുക? നിത്യാമ്മയുടെ കൂടെയല്ലാണ്ട് ഞാനെങ്ങനെയാ ഉറങ്ങാ? അതൊക്കെ നമുക്ക് നാളെ നേരം എടുത്തിട്ട് ആലോചിക്കാം. അമ്മയുടെ മോൻ പോയി കിടന്നുറങ്ങ്. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. നിത്യാമ്മയുടെ കൂടെ നിക്കണ്ട, അവരുടെ കൂടെ എൻ്റെ അടുത്ത് പോവാൻ പറഞ്ഞുണ്ടല്ലോ. ഞാൻ എവിടെങ്കിലും ഓടിപ്പോവേ, പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വരികയില്ല. വേണ്ട വേണ്ട, ഓടിപ്പോന്ന കാര്യമൊന്നും പറയണ്ട. 2 പേർക്കുണ്ട് ഇങ്ങനൊരു പറച്ചില്. നിനക്കും കല്യാണിക്കും. ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാനാ? മോന് വിഷമായോ? എന്നെ പറഞ്ഞഴിക്കണെന്ന് പറ നിത്യാമ്മ. നിത്യാമ്മയുടെ അടുത്തുനിന്ന് പോയാ ഞാൻ ചത്തുപോവും. പറ്റില്ല, അച്ഛൻ എന്നോട് പ്രോമിസ് ചെയ്യാതെ ഞാൻ ഉറങ്ങില്ല. നിനക്ക് എന്തൊക്കെയാ ഈ പാതിരാത്രിയിൽ അറിയേണ്ടത്? ബന്ധങ്ങളെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ നീ വളർന്നോ? ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാ വേണ്ടാന്ന് മനസ്സിലാക്കിയാ മതി. അല്ലാതെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നീ എന്റെ മുന്നിലേക്ക് വരണ്ട. മനസ്സിലായോ? കുറെ കോലമായി എല്ലാരും കൂടെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഉറങ്ങാൻ വരുന്ന മുറിയിൽ പോലും സ്വസ്ഥതയില്ലാന്ന് പറഞ്ഞ ഹരി, നീ വാതിലൊന്നും തുറന്നേ. ഹരി, വാതിൽ തുറക്ക്. എന്തിനാടാ നീ ആ കുഞ്ഞിനെ വഴക്ക് പറയുന്നേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ വഴക്ക് പറഞ്ഞു. അതാരും അന്വേഷിക്കാൻ നിൽക്കണ്ട. ഓ അയ്യോടാ, എന്തിനാ കരയുന്നേ? ആദ്യം നിത്യാമ്മയുടെ അടുത്തുനിന്ന് പോവാൻ പറ്റില്ല എന്ന് പറയാ. അച്ഛനോട് അവനെ കുറച്ച് സമാധാനിപ്പിക്കാൻ പറഞ്ഞതാ. അതിനാ ഇത്രയും ബഹളം വെച്ചത്. ഓട്ട് പോളെ, കരയാതെ. അച്ഛൻ എന്നോട് അങ്ങനെ ദേഷ്യപ്പെടാറില്ലല്ലോ. ഇപ്പൊ എന്താ അച്ഛന് പറ്റിയേ? അച്ഛൻ ഇപ്പൊ എന്നോട് ഇഷ്ടമില്ലേ? അയ്യേ, ആര് പറഞ്ഞ്? മോള് കരയാതെ ചെന്ന് കിടന്നോ കേട്ടാ. അച്ഛനെ, അത് 100 കാര്യങ്ങള് ആലോചിച്ച് നടക്കുന്നതല്ലേ. അത് എന്തെങ്കിലും ആലോചിച്ചോണ്ടിരുന്നപ്പോഴായിരിക്കും മോൾ ഈ കാര്യം എടുത്തിട്ടത്. അയ്യേ, മോള് വിഷമിക്കാതെ
കേട്ടാ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ മോളടുത്ത് വരും, മോളെ സമാധാനിപ്പിക്കുകയും ചെയ്യും കേട്ടാ. മോളിപ്പോ കരച്ചിൽ നിർത്തി പോയി കിടക്കാൻ നോക്ക്. ചെല്ല്. ആ ചെല്ലടാ. ആ എടാ എടാ മോനെ, നിന്റെ ഉള്ളിലെ വിഷമമൊക്കെ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പക്ഷേ അത് തീർക്കുന്നത് ആ കുഞ്ഞിനോടല്ലല്ലോ. മോളെ അവളാകെ പേടിച്ചുപോയി. നീ ഒരു കാര്യം ചെയ്യ്. നീ ഒന്ന് പോയി സമാധാനിപ്പിക്ക്. ചെല്ല്. ഇടാ മോനെ, നീ തന്നെ ഒരു തീരുമാനം എടുക്കുക. എന്നിട്ട് അതിൻ്റെ പേര് ഇങ്ങനെ പ്രാണം പിടഞ്ഞാലോ? അതും പിടഞ്ഞങ്ങ് തീരട്ടെ. ഹാ, ഇത്രയും കാലം ജീവിച്ചിരിക്കാന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ടാ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മാവൻ പോയി കിടന്നോ. ആ എന്റെ ഉറക്കവും സ്വപ്നമൊക്കെ കടലെടുത്തങ്ങ് പോയി. ചിലത് കടലെടുത്താലേ തിരകൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ആ പ്രതീക്ഷയില്ല.